അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ അധ്യായം 9. ഈ കാലത്ത് ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാർക്കെതിരെ വധഭീഷണി നിശ്വസിച്ചുകൊണ്ടിരുന്നു. അയാൾ മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്ന്, ഈ മാർഗത്തിൽപ്പെട്ട പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ ബന്ധിച്ച് യെരുശലേമിലേക്ക് കൊണ്ടുവരാൻ ദമസ്കോസിലെ യഹൂദ പള്ളികൾക്ക് കത്ത് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ അയാൾ യാത്ര പുറപ്പെട്ടു. ദമസ്കോസിനടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു പ്രകാശം അയാൾക്ക് ചുറ്റും മിന്നി. അയാൾ നിലത്ത് വീണു. ശൗലേ, ശൗലേ, നീ എന്നെ പീഡിപ്പിക്കുന്നതെന്തേ എന്ന് തന്നോട് ചോദിക്കുന്ന ഒരു ശബ്ദം അയാൾ കേട്ടു. അങ്ങ് ആരാകുന്നു കർത്താവേ? ശൗൽ ചോദിച്ചു, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. അവിടുന്ന് മറുപടി പറഞ്ഞു, നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക. എന്തു ചെയ്യണമെന്ന് അവിടെ വെച്ച് നിനക്ക് പറഞ്ഞു തരും. ശൗലിനോട് കൂടി യാത്ര ചെയ്തിരുന്നവർ സ്തബ്ധരായി നിന്നു. അവർ ശബ്ദം കേട്ടു, എങ്കിലും ആരെയും കണ്ടില്ല. ശൗൽ നിലത്ത് നിന്ന് എഴുന്നേറ്റു. എന്നാൽ കണ്ണു തുറന്നപ്പോൾ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ അയാളെ ദമസ്കോസിലേക്ക് കൈപിടിച്ച് നടത്തി. 3 ദിവസം അയാൾ കാഴ്ചയില്ലാതെയും ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. ദമസ്കോസിൽ അനന്യാസ് എന്നു പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു. കർത്താവ് അയാളെ ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. ഇതാ ഞാൻ കർത്താവേ. അയാൾ വിളി കേട്ടു. കർത്താവ് അയാളോട്, നീ നേർവീഥി എന്ന തെരുവിൽ യൂദായുടെ ഭവനത്തിൽ ചെന്ന് തർസോസുകാരനായ ശൗലിനെ അന്വേഷിക്കുക. അയാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അനന്യാസ് എന്നൊരാൾ വന്ന് തനിക്ക് വീണ്ടും കാഴ്ച ലഭിക്കുവാൻ തന്റെ മേൽ കൈവയ്ക്കുന്നതായി അയാൾ ദർശനത്തിൽ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ കർത്താവ് അനന്യാസിനോട്, കർത്താവേ, ഈ മനുഷ്യൻ യെരുശലേമിലുള്ള അവിടത്തെ വിശുദ്ധർക്ക് ചെയ്ത എല്ലാ ഉപദ്രവങ്ങളെക്കുറിച്ചും പലരിൽ നിന്നും ഞാൻ കേട്ടിരിക്കുന്നു. അവിടത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരെയും പിടികൂടുവാൻ മുഖ്യ പുരോഹിതന്മാരിൽ നിന്നുള്ള അധികാരവുമായിട്ടാണ് അയാൾ ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ കർത്താവ് അനന്യാസിനോട്, നീ പോകുക. വിജാതീയരുടെയും അവരുടെ രാജാക്കന്മാരുടെയും ഇസ്രായേൽ ജനത്തിന്റെയും മുമ്പാകെ എന്റെ നാമം വഹിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ഉപകരണമാണ് അയാൾ. എന്റെ നാമത്തിനു വേണ്ടി അയാൾ എത്രയധികം കഷ്ടം സഹിക്കണമെന്നുള്ളത് ഞാൻ അയാൾക്ക് കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. അനന്തരം അനന്യാസ് ആ വീട്ടിൽ ചെന്നു. അദ്ദേഹം ശൗലിന്റെ മേൽ കൈകൾ വച്ചു. ശൗലേ, സഹോദര, നീ ഇവിടേക്ക് വരുമ്പോൾ വഴിയിൽ വെച്ച് നിനക്ക് പ്രത്യക്ഷനായ കർത്താവായ യേശു നിനക്ക് വീണ്ടും കാഴ്ച ലഭിക്കുവാനും നീ പരിശുദ്ധാത്മാവിനാൽ നിറയുവാനുമായി എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. തൽക്ഷണം ചെതുമ്പൽ പോലുള്ള ഏതോ ഒന്ന് ശൗലിന്റെ കണ്ണുകളിൽ നിന്ന് വീണു. അയാൾക്ക് വീണ്ടും കാഴ്ച കിട്ടി. അയാൾ കാഴ്ച പ്രാപിച്ച് എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ഭക്ഷണം കഴിച്ച് ബലം പ്രാപിക്കുകയും ചെയ്തു. ശൗൽ ദമസ്കോസിലെ ശിഷ്യന്മാരോടൊപ്പം കുറെ ദിവസങ്ങൾ ചെലവഴിച്ചു. യേശു ദൈവപുത്രൻ തന്നെ എന്ന് താമസമന്യേ അദ്ദേഹം പള്ളികളിൽ പ്രസംഗിച്ചു തുടങ്ങി. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടവരെല്ലാം വിസ്മയിച്ചു. യെരുശലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം വരുത്തിയ മനുഷ്യൻ ഇയാളല്ലേ? ഇയാൾ ഇവിടെ വന്നിരിക്കുന്നത് അവരെ ബന്ധിച്ചു മുഖ്യപുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുപോകുന്നതിനു വേണ്ടിയല്ലേ എന്ന് ചോദിച്ചു. എന്നാൽ ശൗൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചുകൊണ്ട് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ അദ്ദേഹത്തെ കൊല്ലുവാൻ ഗൂഢാലോചന നടത്തി. എന്നാൽ ശൗൽ അവരുടെ ഉപായം ഗ്രഹിച്ചു. അദ്ദേഹത്തെ കൊല്ലുവാൻ അവർ രാവും പകലും നഗരവാതിലുകളിൽ കാവൽ നിർത്തി. എന്നാൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ രാത്രിയിൽ അദ്ദേഹത്തെ ഒരു കുട്ടയിലാക്കി മതിലിന് മുകളിലൂടെ ഇറക്കിവിട്ടു. യെരുശലേമിൽ വന്നപ്പോൾ ശിഷ്യന്മാരോട് ചേരുവാൻ അദ്ദേഹം ശ്രമിച്ചു. എന്നാൽ അദ്ദേഹം ഒരു യഥാർത്ഥ ശിഷ്യനാണ് എന്നവർ വിശ്വസിക്കാതെ അദ്ദേഹത്തെ ഭയപ്പെട്ടു. എന്നാൽ ബർന്നബാസ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് അപ്പോസ്തലന്മാരുടെ അടുത്തെത്തി.
ശൗൽ യാത്രാമധ്യേ കർത്താവിനെ കണ്ടതും കർത്താവ് അദ്ദേഹത്തോട് സംസാരിച്ചതും അദ്ദേഹം ദമസ്കോസിൽ കർത്താവിന്റെ നാമത്തിൽ നിർഭയം പ്രസംഗിച്ചതുമെല്ലാം ബർന്നബാസ് അവരെ പറഞ്ഞു കേൾപ്പിച്ചു. അങ്ങനെ ശൗൽ അവരോടുകൂടെ പാർത്ത് കർത്താവിന്റെ നാമത്തിൽ ധൈര്യപൂർവ്വം സംസാരിച്ചുകൊണ്ട് യെരുശലേമിൽ യഥേഷ്ടം സഞ്ചരിച്ചു. ഗ്രീക്കുകാരായ യഹൂദരോട് അദ്ദേഹം സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തു. അവരാകട്ടെ അദ്ദേഹത്തെ കൊല്ലുവാൻ ശ്രമിച്ചു. സഹോദരന്മാർ ഇതേപ്പറ്റി അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൈസരിയ വരെ കൊണ്ടുപോകുകയും അവിടെ നിന്ന് തർസോസിലേക്ക് യാത്രയാക്കുകയും ചെയ്തു. അങ്ങനെ യഹൂദ്യ, ഗലീല, ശമര്യ എന്നിവിടങ്ങളിലെല്ലാം സഭയ്ക്ക് സമാധാനം ലഭിച്ചു. സഭ പരിശുദ്ധാത്മാവിനാൽ ശക്തിയും ഉത്സാഹവും പ്രാപിച്ചു. ദൈവഭയത്തിൽ നിലകൊണ്ടു, എണ്ണത്തിൽ വർദ്ധിക്കുകയും ചെയ്തു. പത്രോസ് ദേശത്തെല്ലായിടത്തും സഞ്ചരിക്കുമ്പോൾ ലുദ്ദയിൽ പാർത്തിരുന്ന വിശുദ്ധരെയും സന്ദർശിക്കുവാൻ പോയി. അവിടെ അദ്ദേഹം 8 വർഷമായി തളർവാദം പിടിച്ചു കിടന്നിരുന്ന ഐനിയാസ് എന്നൊരാളെ കണ്ടു. പത്രോസ് അയാളോട്, ഐനയാസേ, യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു. എഴുന്നേൽക്കുക, നിന്റെ കിടക്ക നീ സൂക്ഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഐനിയാസ് എഴുന്നേറ്റു. ലുദ്ദയിലും ശാരോനിലും പാർത്തിരുന്ന എല്ലാവരും അയാളെ കണ്ട് കർത്താവിങ്കലേക്ക് തിരിഞ്ഞു. പേടമാൻ എന്നർത്ഥമുള്ള തബീഥ എന്ന ഒരു ശിഷ്യ യോപ്പയിലുണ്ടായിരുന്നു. അവൾ വളരെ നന്മ ചെയ്യുന്നവളും ദരിദ്രരെ സഹായിക്കുന്നവളുമായിരുന്നു. ആ ഇടയ്ക്ക് അവൾ ദീനം പിടിച്ചു മരിച്ചു. അവർ അവളെ കുളിപ്പിച്ചു, മാളിക മുറിയിൽ കിടത്തി. ലുദ്ദ യോപ്പയ്ക്ക് സമീപമായിരുന്നു. പത്രോസ് ലുദ്ദയിലുണ്ടെന്ന ശിഷ്യന്മാർ കേട്ട് 2 പേരെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അയച്ചു. അങ്ങ് ഉടൻ തന്നെ ഇവിടെ വരെ വരേണം എന്നവർ അപേക്ഷിച്ചു. പത്രോസ് അവരോടുകൂടെ പോയി. അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തെ അവർ മാളിക മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തബീത തങ്ങളോടുകൂടെ ഉണ്ടായിരുന്നപ്പോൾ തുന്നിയ ഉടുപ്പുകളും മറ്റ് വസ്ത്രങ്ങളും പത്രോസിനെ കാണിച്ചുകൊണ്ട് വിധവമാർ അദ്ദേഹത്തിന്റെ ചുറ്റും നിന്ന് വിലപിച്ചു. പത്രോസ് അവരെയെല്ലാം മുറിക്ക് പുറത്തയച്ച ശേഷം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. അനന്തരം മരിച്ചവളുടെ നേരെ തിരിഞ്ഞ് അദ്ദേഹം, തബീതയെ, എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്നു. പത്രോസിനെ കണ്ടിട്ട് എഴുന്നേറ്റിരുന്നു. അദ്ദേഹം അവളെ കൈക്കു പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അതിനുശേഷം വിശുദ്ധരെയും വിധവമാരെയും വിളിച്ച് അവളെ ജീവനുള്ളവളായി അവരെ ഏൽപ്പിച്ചു. യോപ്പയിൽ എല്ലായിടത്തും ഇത് പ്രസിദ്ധമായി. വളരെ ആളുകൾ കർത്താവിൽ വിശ്വസിച്ചു. യോപ്പയിൽ ശീമോൻ എന്നു പേരുള്ള ഒരു തോൽപ്പണിക്കാരനോടുകൂടെ കുറെ നാൾ പത്രോസ് പാർത്തു.